തമിഴ്നാട്ടിലെ കാഞ്ചനൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നീശ്വര ശിവക്ഷേത്രത്തിൽ ഒരു നന്ദി വിഗ്രഹമുണ്ട്. പണ്ട് ആ ഗ്രാമത്തിൽ ദേവശർമ്മ എന്നൊരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം പുൽക്കെട്ട് അറിയാതൊരു പശുക്കുട്ടിയുടെ മുകളിലിട്ടു. ആ പശുക്കുട്ടി മരിച്ചു. ആ പശുക്കുട്ടി ഭക്തനായ ഹരദത്തൻ എന്ന പൂജാരിയുടേതായിരുന്നു. പശുക്കുട്ടിയെ കൊന്ന ഇയാൾ മഹാപാപിയാണെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞു. വ്യസനം സഹിക്കവയ്യാത്ത ദേവശർമ്മ ഹരദത്തന്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. അദ്ദേഹം അവനോട് അതിരാവിലെ അമ്പലത്തിൽ നന്ദി ഭഗവാന്റെ ശിലയ്ക്ക് മുന്നിൽ വരാൻ ആവശ്യപ്പെട്ടു. നാട്ടുകാരെയും അമ്പലത്തിലേക്ക് ക്ഷണിച്ചു. അമ്പലത്തിലെത്തിയ ദേവശർമ്മയോട് ഒരു പിടി പച്ചപ്പുല്ല് നൽകിയിട്ട് ഹരദത്തൻ ഇപ്രകാരം പറഞ്ഞു: ഈ പുല്ല് നിങ്ങൾ നന്ദി ഭഗവാന് ഭക്ഷിക്കാൻ നൽകൂ. താങ്കളുടെ മനസ്സിൽ പാപമില്ലാതെ നന്മയുണ്ടെങ്കിൽ നന്ദി പുല്ല് ഭക്ഷിക്കുമെന്ന്. ദേവശർമ്മ നന്ദിദേവനെ വണങ്ങി പുല്ല് നൽകി. ഉടൻ തന്നെ വിഗ്രഹ നന്ദി അയാൾ കൊടുത്ത പുല്ല് മുഴുവൻ ഭക്ഷിച്ചു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ദേവശർമ്മയോട് താങ്കളുടെ പാപമെല്ലാം നശിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും അഗ്നീശ്വര ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹത്തോട് നല്ല മനസ്സോടെ എന്ത് പ്രാർത്ഥിച്ചാലും അത് സാധിക്കും എന്നാണ് വിശ്വാസം.